നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. എന്താണ് അങ്ങനെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി? മനുഷ്യൻ്റെ ഒരു നേച്ചറാണ്. ഇപ്പോൾ ഈ ബിഗ് ബോസ് ഇത്രയും ഫേമസ് ആവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്യൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഒരാകാംക്ഷ മനുഷ്യൻ്റെ നേച്ചറിലുള്ളതാണ്. ഇത് പണ്ട് വനത്തിൽ താമസിക്കുന്ന പരിണാമം വരുന്നതിന് മുമ്പേ നമ്മൾ അങ്ങനെയാണ്, അപ്പുറത്തിങ്ങനെ എത്തി നോക്കുന്ന ഒരു സ്വഭാവം. നമുക്കൊക്കെ സന്തോഷിക്കണമെങ്കിൽ ഇച്ചിരി ഡോപാമിൻ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യണം. പൊതുവെ മനുഷ്യർക്ക് മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ തകർച്ച കാണുമ്പോഴാണ് ഈ ഒരു ഡോപാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹാപ്പി ആവുന്നത്. സോ ഞാൻ പറയുന്നത്, ഞങ്ങളെ കളിയാക്കിയിട്ട് ഹാപ്പി ആവുന്നവർ ഹാപ്പി ആയിക്കോട്ടെ, ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഹാപ്പി ആവുന്നവർ ഹാപ്പി ആയിക്കോട്ടെ. അങ്ങനെയെങ്കിലും കുറച്ച് പേര് ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ മറ്റുള്ളവരെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയതല്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ജീവിതം. നിങ്ങളുടെ ലൈഫ് കണ്ട് അസൂയപ്പെട്ടവരുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തകർച്ച, ഞാൻ പറഞ്ഞത് ഈ ഒരു തകർച്ചയെക്കുറിച്ച്, ഈ ഒരു തകർച്ചയെ കണ്ടിട്ട് ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ. എനിക്കത് എൻ്റെ മനസ്സിന് ഒത്തിരി ഒന്നും വേദനിപ്പിക്കുന്നൊന്നുമില്ല. കാരണം ഇത് ഞങ്ങളായിട്ട് സൃഷ്ടിച്ചൊരു തെറ്റ് തന്നെയല്ലേ, ഞങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ. അപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് കൊണ്ട് ഞങ്ങളെ കളിയാക്കുമ്പോൾ അത് സഹിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് തന്നെയാണ്. വി മേഡ് ദ മിസ്റ്റേക്സ് അല്ലേ, ഞങ്ങൾ തെറ്റ് ചെയ്തു, അതിൻ്റെ കോൺസിക്വൻസ് ഞങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ പ്രസൻ്റ്ലി അത് അനുഭവിക്കാനുള്ള മനക്കെട്ടി ദൈവം തന്നിട്ടുണ്ട്. ഇനി ദൈവം അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതായത് സഹനങ്ങൾ തരല്ലേ എന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. നീ എന്ത് സഹനം തന്നാലും അത് താങ്ങാനുള്ള കരുത്തും കൂടെ എനിക്ക് തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ സമൂഹം മുഴുവനും എന്നെ കളിയാക്കിയാലും താങ്ങാൻ, ഞാനൊരു കാര്യം പറയാം, ഒരു ഗുണവും പറയാം. സോഷ്യൽ മീഡിയയിൽ ഈ ആഘോഷം കൊണ്ട് ഇന്ന് വരെ എന്നെ അറിയാത്ത ഒരുപാട് ജനം അറിഞ്ഞു. അത് കുപ്രസിദ്ധിയാണ്. കുറേ കഴിയുമ്പോൾ പോയിട്ട് പ്രസിദ്ധി നിലനിന്നാലും നമുക്കറിയാൻ പറ്റില്ലല്ലോ. നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നാളെ എന്താണെന്ന്? താങ്കൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല നിങ്ങൾക്കാണ്. നിങ്ങൾക്കൊരു കാര്യമല്ല, ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംസാരിക്കുന്നത്. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എടുക്കുക. ഏത് കുടുംബത്തിൽ അടിയുണ്ടാവാതിരുന്നത്? ഏത് പ്രവാചകൻ്റെ കുടുംബത്തിലാണ് ഭാര്യയായിട്ട് പ്രശ്നം? നിങ്ങൾ ദാവീദിൻ്റെ ചരിത്രം, സോളമൻ, നിങ്ങൾ മൊത്തം എടുത്ത് വായിക്കും. ഏത് ആളുകളുടെയും ജീവിതത്തിൽ കുടുംബത്തിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ഈ പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ? ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്നുണ്ടാവും. കാരണം കുടുംബജീവിതത്തിന് 3 ഫേസ് ഉണ്ട്. ഒന്ന് റൊമാൻസ് ഫേസാണ്, അതായത് കണ്ട് ഇഷ്ടപ്പെടും, അന്നേരം പരസ്പരം കുറ്റമൊന്നും കാണില്ല, ഭയങ്കര. രണ്ടാമത്തത് പവർ സ്ട്രഗിൾ സ്റ്റേജാണ്, ഞാനോ വലുത് നീയോ വലുത് എന്നുള്ള വഴക്ക്. ഇപ്പോൾ ഞാനും ജിജിയും തമ്മിൽ നടക്കുന്ന പവർ സ്ട്രഗിൾ സ്റ്റേജാണ്. അതായത് ട്രസ്റ്റ്, എൻ്റെ കുടുംബം, ഞങ്ങളാണ് വലുത്, ഇത് PK താൻ തുടങ്ങിയത് ശരിയല്ല, ഞാൻ പറയുന്നത് നീ കേൾക്കണം, തിരിച്ച് ഞാൻ പറയുന്നത് നീ കേൾക്കണം. പവർ സ്ട്രഗിളാണ്. അതായത് ഇവരെ കളയാൻ ജിജി പറയുന്നു, ഞാൻ കളയില്ലെന്ന് പറയുന്നു. ഈ പവർ സ്ട്രഗിളിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ ഞങ്ങൾക്ക് ഇപ്പോഴും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പവർ സ്ട്രഗിൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു സ്റ്റേജാണ് മച്യൂർ ലവ് സ്റ്റേജ്. അവിടെ ഞാനോ നീയോ ഇല്ല, നമ്മളെന്ന് മാത്രം ചിന്തിക്കും. അവിടെ എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ അവിടെ എത്തണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇനി അടുത്ത സ്റ്റേജ് അവിടെ കയറി കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. ഞാൻ വിശ്വാസത്തോടെ കാത്തിരിക്കും.